നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറമ്പിൽ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. പറമ്പ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു തൊടിയാണ് കേട്ടോ നമുക്കുള്ളത്. അതിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മളെ സപ്പോട്ട, അബിയൂവിൻ്റെ മരം, അതുപോലെ സ്റ്റാർ ഫ്രൂട്ട്സ്, ഇതൊക്കെ നമുക്ക് കായ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അബിയു ഒരുപാട് പൂവുണ്ടായിരുന്നു, കുറേയൊക്കെ ചാടിപ്പോയിട്ടുണ്ട്. ചിലതൊക്കെ ഉണ്ണിയായിട്ട് പിടിച്ചിട്ടുണ്ട്. ഏതൊക്കെ നിൽക്കുന്നൊന്നും നമുക്ക് ഒരു ഐഡിയ ഇല്ല. അത്യാവശ്യം വലിപ്പമുള്ള മരമൊക്കെ ആയിട്ടുണ്ട് എല്ലാം. ഇവിടെ വലിയൊരു പ്ലാവുണ്ട്, അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിന് കുറച്ച് കുറവുണ്ട് കേട്ടോ. അപ്പം മരങ്ങളൊക്കെ സൂര്യപ്രകാശം ഉള്ള ഭാഗത്തേക്ക് ചെരിഞ്ഞൊക്കെ വളർന്നിട്ടുണ്ട്. പിന്നെയുള്ളത് ഇതാണ് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ മരം. ഇത് പൂക്കൾ വന്നിട്ടുണ്ട്, ഇനി നിറയെ കായ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ പുതിന നട്ട് വളർത്തുന്നതാണ് കേട്ടോ. പിന്നെ റംബുട്ടാൻ്റെ മരം ഈ പൂത്തിട്ടില്ല, ഇതിലും വലിയൊരു മരം അപ്പുറത്തുണ്ട്, എന്നാലും ഞാൻ 2 മരങ്ങൾ നട്ടിട്ടുണ്ട്. പിന്നെ സപ്പോട്ട കായ എപ്പോഴും നമുക്ക് കായ തരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അടുത്ത് നമ്മൾ പൊട്ടിച്ച് പഴുപ്പിച്ചിട്ടേ ഉള്ളൂ. ഇത് ബനാന സപ്പോട്ട എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. നല്ല ടേസ്റ്റ്, നല്ല മധുരമാണ് കേട്ടോ. ഇവിടെ നമുക്ക് 2 മൂച്ചിയുണ്ട്. അത്യാവശ്യം അച്ചാറിടാനുള്ള കുറച്ച് മാങ്ങയൊക്കെ നമുക്ക് കിട്ടും. ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഇതാ ഇവിടെ നമ്മൾ പച്ചമുളകിൻ്റെ തൈ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമുളക് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ തൊടിയിൽ തണ്ടലൊക്കെ കഴിഞ്ഞ് ഇനി കുറച്ച് കുക്കിങ്ങിൻ്റെ തിരക്കുണ്ട്. കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പോൾ വില കുറഞ്ഞ് കിട്ടുന്നതുകൊണ്ട് കുറച്ച് കൂടുതൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക കേട്ടോ. വില കൂടുതലുള്ള സമയത്ത് തക്കാളി വളരെ കുറച്ച് ഉപയോഗിക്കുക, കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ ഉപയോഗിക്കുക. ഇവിടെ തക്കാളി താളിപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതും ഈ കുഞ്ഞു കുഞ്ഞു തക്കാളിയാണ്, അത് താളിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളത്. അതിലേക്ക് നമ്മൾ നന്നായി പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ താളിപ്പാക്കി എടുക്കുമ്പോൾ ഭയങ്കര രസമാണ്. നോമ്പ് ടൈമിൽ കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാണ്. എന്നാലും നമുക്ക് കുക്ക് ചെയ്യാതെ പറ്റൂല. കാരണം മക്കൾ സ്കൂളിൽ പോകണവരും, അതുപോലെ മോന് ഡയാലിസിസ് ഉള്ളതുകൊണ്ട് തന്നെ അവന് നോമ്പ് പിടിക്കാറില്ല. അപ്പോൾ അവനുള്ള ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കണമല്ലോ. നോമ്പായതിനു ശേഷം എപ്പോഴും ദോശയും അതുപോലെ ചമ്മന്തിയോ അല്ലെങ്കിൽ തക്കാളിക്കറിയോ ഒക്കെയാണ് കുട്ടികൾക്ക് രാവിലെ കൊടുത്തു വിടുക. പിന്നെ ബാക്കിയൊക്കെ വൈകുന്നേരം വന്നിട്ടാണ് കേട്ടോ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നോമ്പുകാലമായതുകൊണ്ട് എന്ത് തന്നെയായാലും എണീക്കാൻ വൈകും. കാരണം നമ്മൾ സുബഹി വരെ വെയിറ്റ് ചെയ്ത് സുബഹി നിസ്കരിച്ചിട്ട് കിടക്കും. പിന്നെ പെട്ടെന്ന് നമുക്ക് എണീക്കാൻ കഴിയില്ല. അപ്പം നമുക്ക് ഇതൊക്കെ നോമ്പിന് തട്ടിക്കൂട്ടി കൊടുത്തു വിടാൻ പറ്റുള്ളൂ. അങ്ങനെ ദോശയും തക്കാളിക്കറിയും ഒക്കെ ആയി പാക്കൊക്കെ ചെയ്തു. കുട്ടികളെ ചായയൊക്കെ കുടിച്ചു. അന്തരീക്ഷത്തിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഒരു മൂടലാണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു അന്തരീക്ഷം. അപ്പോൾ സെയിന് എല്ലാം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോവുകയാണ്. കിറ്റും ബാഗും ഒക്കെ കൈ പിടിച്ച്. വണ്ടി വരാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ ധൃതിയിലാണ് നടന്നു പോകുന്നത് ആൾ. മക്കളൊക്കെ പോയതിനു ശേഷമാണ് ഇനി ബാക്കിയുള്ള അറ്റകുറ്റപ്പണികളൊക്കെ നമ്മൾ ചെയ്യുക. ചെടികൾക്ക് വെള്ളം നനക്കാനുണ്ട്, ക്ലീനിങ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ ഇതുപോലെ സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുക കേട്ടോ. ഇത് നമ്മുടെ CH സെൻറ്ററിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നായിരുന്നു ഒരു ചക്ക. അപ്പോൾ അത് തൊലിച്ച് ഞാൻ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാക്കി വെച്ചിട്ടുള്ളതാണ്. നോമ്പ് തുറക്കുമ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ 1 2 ഒക്കെ എടുത്തിട്ട് കഴിക്കും. ഭയങ്കര മധുരമുള്ള ഒരു ചക്കയാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോഴികളിട്ട മുട്ടയാണ്. 2 ദിവസമായിട്ട് എടുത്തു കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. അപ്പോൾ 5 കോഴികളാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക്. അവർ ഡെയിലി മുട്ട തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ മുട്ട നമ്മളെ കൂട്ടുന്നുള്ളത് കൊണ്ട് തന്നെ കഴിയും. പിന്നെ ബാക്കി പുറത്തുനിന്ന് വാങ്ങും. അതുപോലെ തന്നെ ഇതും നമ്മുടെ ഫ്രണ്ട് മാങ്ങ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അച്ചാറിടുന്ന മാങ്ങയുടെ ഒഴിവാക്കുന്ന അതിൻ്റെ അണ്ടി ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഉപ്പിലിട്ടു. ബാക്കി ഇതാ അച്ചാറിട്ടിട്ടുണ്ട്. ഒരുപാട് മാങ്ങ അവൾ പലർക്കുമായിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന കൂട്ടത്തിൽ എനിക്കും കുറച്ച് കൊണ്ടുവന്നായിരുന്നു. ഞാൻ അച്ചാറല്ല, കടുമാങ്ങയായിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ച് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇശാക്ക് ശേഷം കുടിക്കുന്ന കഞ്ഞിയിലൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. കൂടുതലൊന്നുമില്ല, വളരെ കുറഞ്ഞ എമൗണ്ടാണ് ഉള്ളത്. പിന്നെ അങ്ങനെ വീടിൻ്റെ അകത്ത് വീടിനകത്ത് കൂടുതൽ ക്ലീനിങ് ഒന്നുമില്ല. ബെഡ് ഒന്ന് നീറ്റാക്കി വിരിച്ചിടാൻ മാത്രമാണ് ഉള്ളത്.
അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തു. അത് ചെയ്തതിന് ശേഷമാണ് പിന്നെ സോഫയും കാര്യങ്ങളൊക്കെ ഒന്ന് അടുക്കി പൊറുക്കി വെക്കുക. നോമ്പിന് പിന്നെ കൂടുതൽ ജോലികളുണ്ടാവില്ല. ഓരോരുത്തരും ഓരോരോ ജോലി ഏറ്റെടുക്കും. ക്ലീനിങ് ഒരാൾ, ഫുഡ് രാവിലത്തെ ഒരാൾ, ഇങ്ങനെ ഏറ്റെടുക്കണതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഴിയും കേട്ടോ. പിന്നെ റിലാക്സ് ചെയ്തിട്ട് ഇതുപോലെ വരാന്തയിലുണ്ടൊരു ഇരുത്തം, ആ ഇരുത്തത്തിലാണ് സന്തോഷം. പിന്നെ നമ്മുടെ സെയിലിൻ്റെ വിശേഷങ്ങളാണ്. ആന്തൂറിയം ചെടികളും അഗ്ലോണിമയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. അത് വേണമെന്നുള്ളവർക്ക് നമ്പർ ഞാനിതാ മുകളിൽ വാട്സപ്പിൻ്റെ ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പേര് നമ്മുടെ തെങ്ങിൻ തൈൻ്റെ വീഡിയോ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ തെങ്ങിലിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഷാല തേങ്ങയൊക്കെ വന്നിട്ടുണ്ട്. പഴയ ഒരു കൊല ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വെട്ടി. ഇപ്പോൾ ഇതാ പുതിയ കുറേ തേങ്ങകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഗംഗാബോണ്ടത്തിൻ്റെ തൈ വാങ്ങി നട്ടു കൊടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്ക് തേങ്ങയൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ഒരു തെങ്ങല്ലാതെ നമുക്ക് മറ്റൊരു തെങ്ങ് കൂടി ഇതാ കൊല വന്നു തുടങ്ങിയിട്ടുണ്ട്. കായ പിടിച്ചിട്ടില്ല, പുതിയത് ഇതാ വന്ന് വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. ആദ്യത്തെ കൊലയിൽ ഒരൊറ്റ മുച്ചിങ്ങയില്ലായിരുന്നു കേട്ടോ, ഇതുപോലെയാണ് വിരിഞ്ഞത്. പിന്നെ ഉള്ളതിൽ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഓറഞ്ച് മരമാണിത്, അതൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ വീട്ടിലും നിർബന്ധമായിട്ട് നട്ട് വളർത്തേണ്ട പ്ലാവാണ് വിയറ്റ്നാം ഏളി. വിയറ്റ്നാം ഏളി കാലാകാലവും നമുക്ക് ചക്ക ഉണ്ടാവും. ഇപ്പം നമ്മൾ ഒരുപാട് ചക്ക ഇട്ട് തിന്നതിന് ശേഷം ഉണ്ടായതാട്ടോ ഈ ഒരു ചക്കകളൊക്കെ. ഇപ്പോൾ 4 ചക്ക നമുക്ക് ഇതിമേ വിരിഞ്ഞിട്ടുണ്ട്, പിടിച്ചിട്ടുമുണ്ട്. ഇനിയും വിരിയുന്നുമുണ്ട്. പിന്നെ ഉള്ളത് ഇതാ നമ്മുടെ മറ്റൊരു ഓറഞ്ചാണ്. അതിനും കായതാ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പ് കായ ഉണ്ടായത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും വീണ്ടും കായ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പറമ്പിൽ കുഞ്ഞു കുഞ്ഞു സ്ഥലത്ത് കുറേശ്ശെയായിട്ട് നമുക്ക് നട്ട് വളർത്താം. പിന്നെ എൻ്റെ കറിവേപ്പ് മരമാണ് കേട്ടോ, അതിന് ഇലകളൊക്കെ പൊട്ടിക്കുന്നുണ്ട് ഇടയ്ക്ക് ഞാൻ വന്നിട്ട്. പിന്നെ ഉള്ളത് വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചീരയാണിത്. ഇത് ചെടിച്ചീര എന്ന് പറയുന്ന ഒരു ചീരയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാ നല്ല വെയിലാണ് പുറത്ത്. ഇനി കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റും ലൈക്കും ഒക്കെ തരണം കേട്ടോ. എത്രയൊക്കെ തിരക്കാണെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോയിൽ പിടിച്ച് നിൽക്കുന്നത്. ഓൺലൈനായിട്ട് നമ്മൾ ചെടികൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അഗ്ലോണിമ, അതുപോലെ ആന്തൂറിയം ചെടികൾ, ഓർക്കിഡ്, ഇങ്ങനെയുള്ള ചെടികളൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആ നമ്പറിൽ മെസ്സേജ് അയക്കുക. ആന്തൂറിയം ചെടികളുടെയൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇഷ്ടംപോലെ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെടികൾ കാണിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ പല കളറിലുള്ള ആന്തൂറിയം ചെടികൾ കൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ ചെടികൾ ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ നല്ല രീതിയിൽ വളരുന്ന, നല്ല രീതിയിൽ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ്.